വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മോഡ്യൂൾ 8 ഷീറ്റ് മെറ്റൽ വർക്കിനെ കുറിച്ചാണ്. ഓക്കെ, ആദ്യമേ ഷീറ്റ് മെറ്റൽ എന്താണെന്ന് അറിയണം. ഷീറ്റ് മെറ്റൽ അതിൻ്റെ തിക്നെസ് വെച്ചിട്ടാണ് ഷീറ്റ് മെറ്റലിനെ സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് 0.15 mm ടു 6.35 mm ഇതാണ് ഒരു ഷീറ്റ് മെറ്റലിൻ്റെ തിക്നെസ് വരുന്നത്. അത് ചിലപ്പോൾ 0.006 ഇഞ്ചസിൽ ഡിനോട്ട് ചെയ്യാം. 6.35നെ 0.25 ഇഞ്ചസ് എന്നും ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ ഈ 0.15 mm താഴെ വരുന്ന ഷീറ്റിനെ പറയുന്ന പേര് ഫോയിൽ എന്നാണ്. ഓക്കെ, ഫോയിൽ. 6.35 mm എബോവ് വരുന്നതിനെ പ്ലേറ്റ് എന്നും പറയും. സാധാരണയായിട്ട് ഈ തിക്നെസ് അളക്കുന്നത് ഒരു വയർ ഗേജ് വെച്ചിട്ടാണ്. അതിന് സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് പറയും. ഓക്കെ, ആ സ്റ്റാൻഡേർഡ് വയർ ഗേജിൽ തന്നെ റൗണ്ട് സെക്ഷനും ഒരു ഫ്ലാറ്റ് സെക്ഷനും ഉണ്ട്. ഈ റൗണ്ട് സെക്ഷൻ എന്ന് പറയുന്നത് വയർ തിക്നെസ് അളക്കാനും ഫ്ലാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷീറ്റിൻ്റെ തിക്നെസ് അളക്കാനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഷീറ്റ് മെറ്റലിനെ കുറിച്ച് പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞ വാല്യൂസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റാൻഡേർഡ് വയർ ഗേജിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സിലബസിലേക്ക് വരാം. നമുക്കിതിൽ പഠിക്കാനുള്ളത് സ്നിപ്സിനെ കുറിച്ചാണ്. ഓക്കെ, ടൈപ്പ് ഓഫ് സ്നിപ്സ്. പ്രധാനമായിട്ട് സ്ട്രൈറ്റ് ആൻഡ് ബെൻഡ് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഇപ്പോൾ സ്നിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിസേഴ്സ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ടൂളാണ്. ഓക്കെ, ഒരു കത്രിക പോലെ ഇരിക്കുന്ന ടൂള്. ഓൾസോ കോൾഡ് ഹാൻഡ് ഷിയർ എന്നും പറയും. യൂസ് ലൈക്ക് എ പെയർ ഓഫ് സിസേഴ്സ് ടു കട്ട് തിൻ സോഫ്റ്റ് മെറ്റൽ ഷീറ്റ്. സ്നിപ്സ് ആർ യൂസ്ഡ് ടു കട്ട് ഷീറ്റ് മെറ്റൽ അപ് ടു 1.2 mm തിക്നെസ്. 1.2 mm തിക്നെസ് വരെയുള്ള ഷീറ്റ് മെറ്റൽ നമ്മൾ ഈ സ്നിപ്സ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. ഈ കാണിച്ചിരിക്കുന്ന ഫിഗറാണ് സ്നിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ ഹാൻഡ് വെച്ച് പ്രഷർ അപ്ലൈ ചെയ്യും. ഇവിടെയാണ് കട്ടിംഗ് ബ്ലേഡ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സ്നിപ്സ്. ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് സ്നിപ്സ് അവൈലബിൾ ഫോർ മേക്കിംഗ് സ്ട്രൈറ്റ് ഓർ സർക്കുലർ കട്ട്. അതിൽ മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് സ്നിപ്പും കർവ്ഡ് സ്നിപ്പുമാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ ബെൻഡ് സ്നിപ്പ് എന്ന് പറയും. ഇപ്പം ചോയ്സ് ഓഫ് ഷിയേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഷേപ്പ് ആൻഡ് ടൈപ്പ് ഓഫ് കട്ട് റിക്വേർഡ്. ഇപ്പം നമുക്ക് ഏത് സ്നിപ്സാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏത് ഷേപ്പിലാണ് ഏത് തരം കട്ടാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ചായിരിക്കും നമ്മളത് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം സ്ട്രൈറ്റ് സ്നിപ്സ് ഫസ്റ്റ് ഇയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്ട്രൈറ്റ് കട്ട്സ് ആൻഡ് ലാർജ് എക്സ്റ്റേണൽ കർവ്. സ്ട്രൈറ്റ് കട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇത് പ്ലേറ്റ് ആണെങ്കിൽ അതിൽ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യാനും ഒരു ലാർജ് ആയിട്ടുള്ള എക്സ്റ്റേണൽ കർവ് ഓക്കെ അത് കട്ട് ചെയ്യാനായിട്ടുമാണ് സ്ട്രൈറ്റ് സ്നിപ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് സാധാരണ ചോദിക്കാറുള്ളത് ഇതിൻ്റെ പോയിൻ്റ് ആംഗിൾ ചോദിക്കാറുണ്ട് ഈ കട്ടിംഗ് ബ്ലേഡിൻ്റെ. ഓക്കെ, അതെന്ന് പറയുന്നത് 87 ഡിഗ്രിയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ സ്ട്രൈറ്റ് സ്നിപ്സ് ആവും തിൻ ബ്ലേഡ്സ് വിച്ച് ആർ ഓൺലി സ്ട്രോങ് ഓൺ എ വെർട്ടിക്കൽ പ്ലെയിൻ. ഇതിൽ തിൻ ബ്ലേഡ്സ് ആണുള്ളത്, അത് വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ളത്. ദേ ആർ ദെയർഫോർ ഓൺലി സ്യൂട്ടബിൾ ഫോർ സ്ട്രൈറ്റ് കട്ട്. അപ്പോൾ അത് സ്ട്രൈറ്റ് കട്ടിനും എക്സ്റ്റേണൽ കർവ് വെൻ സർപ്ലസ് വേസ്റ്റ് ഹാസ് ടു ബി റിമൂവ്ഡ്. ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ കർവ് കട്ട് ചെയ്യണം, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതിൽ ഇപ്പോൾ ഇത്രയും നമുക്ക് സർപ്ലസ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സ്ട്രൈറ്റ് സ്നിപ്സ് യൂസ് ചെയ്യാം. ഓക്കെ, വൈൽ കട്ടിങ് ദ ബ്ലേഡ് ഓഫ് ദ സ്നിപ്സ് ഷുഡ് നോട്ട് കവർ ദ മാർക്കിംഗ്. അപ്പം നമ്മൾ ഒരു മാർക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ കട്ടിങ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ മാർക്കിങ്ങിനെ കവർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കണം. വൈൽ കട്ടിങ് ബ്ലേഡ് ഓഫ് ദ സ്നിപ്സ് ഷുഡ് നോട്ട് കവർ ദ മാർക്കിംഗ്. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് ബെൻഡ് സ്നിപ്പ്. ബെൻഡ് സ്നിപ്സ് എന്ന് പറയുന്നത് ദീസ് സ്നിപ്സ് ഹാവ് കർവ്ഡ് ബ്ലേഡ്. ഇപ്പോൾ നേരത്തെ സ്ട്രൈറ്റ് ആയിരുന്നു, ഇത് കർവ്ഡ് ബ്ലേഡ് ആണുള്ളത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ കർവ്ഡ് ആയിട്ടുള്ള ബ്ലേഡാണ് ഇതിനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു സർക്കുലർ കട്ടിനും വേണ്ടി ഇത് യൂസ് ചെയ്യും. ദേ ആർ ഓൾസോ യൂസ്ഡ് ഫോർ ട്രിമ്മിങ് സിലിണ്ട്രിക്കൽ ഓർ കോണിക്കൽ വർക്ക് ഇൻ ഷീറ്റ് മെറ്റൽ. ഇപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെ ഒരു സർക്കുലർ കട്ട് ഇതുപോലെ നമുക്ക് സർക്കുലർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, പിന്നെ കോണിക്കലായിട്ടുള്ള ഒരു വർക്ക്, പിന്നെ സിലിണ്ട്രിക്കലായിട്ടുള്ള വർക്കിനെ ട്രിം ചെയ്യാനായിട്ട് ഷീറ്റ് മെറ്റൽ ഈ ബെൻഡ് സ്നിപ്സ് യൂസ് ചെയ്യും. പിന്നെ സ്നിപ്സ് സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഓവറോൾ ലെങ്ത്
ഓക്കെ. പിന്നെ ഷേപ്പ് ഓഫ് ദ ബ്ലേഡ്, കർവ്ഡ് ആണോ സ്ട്രൈറ്റ് ആണോ, ആ രീതിയിലായിരിക്കും സ്നിപ്സ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 200 mm സ്ട്രൈറ്റ് സ്നിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. 200 mm എന്ന് പറയുന്നത് അതിൻ്റെ ഓവറോൾ ലെങ്ത് ആണ്. സ്ട്രൈറ്റ് സ്നിപ്പ് എന്ന് പറയുന്നത് അത് ആ ബ്ലേഡിൻ്റെ ഷേപ്പിന് പറയുന്നതാണ്. ഓക്കെ. പിന്നെ ലിവർ ഷിയേഴ്സ് ആർ യൂസ്ഡ് ടു കട്ട് തിക്കർ ഷീറ്റ്സ് വിച്ച് കാനോട്ട് ബി കട്ട് വിത്ത് ഹാൻഡ് ഷിയേഴ്സ്. ഇപ്പം നമുക്ക് സ്നിപ്പ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ലിവർ ഷിയേഴ്സ് വെച്ചായിരിക്കും കട്ട് ചെയ്യുന്നത്. ഓക്കെ. ലിവർ ഷിയേഴ്സ് എന്ന് പറയാൻ നേരത്ത് ദ ലിവർ ഷിയർ പൊസസസ് എ ഫിക്സഡ് ലോവർ ബ്ലേഡ്. ഇതിലെന്ന് പറയുന്നൊരു ഫിക്സഡ് ലോവർ ബ്ലേഡ് ഉണ്ട് ഇവിടെ. മൂവിങ് അപ്പർ ബ്ലേഡ് എന്ന് പറയുന്നത് ഇതാണ്, ഈ കാണുന്നതാണ് അപ്പർ ബ്ലേഡ്. പിന്നെ ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഷീറ്റ് ബീയിങ് കട്ട് ഈസ് പ്രിവെൻറ്റഡ് ഫ്രം ടിൽറ്റിംഗ് ബൈ എ ക്ലാമ്പിംഗ് ഡിവൈസ് വിച്ച് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു ദ തിക്നെസ് ഓഫ് ദ ഷീറ്റ്. നമ്മൾ ഇതിനിടയ്ക്ക് ഷീറ്റ് വെച്ചിട്ട് അത് ടിൽറ്റായി പോകാതിരിക്കാനായിട്ടൊരു ക്ലാമ്പിംഗ് ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. നൈഫ് എഡ്ജ് കട്ടർ ഓഫ് ദ അപ്പർ ബ്ലേഡ് ഈസ് കർവ്ഡ് സോ ദാറ്റ് ദ ഓപ്പണിംഗ് ആംഗിൾ ഓഫ് ദ പോയിന്റ് ഓഫ് കട്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഈ അപ്പർ ബ്ലേഡിൻ്റെ നൈഫ് എഡ്ജ് കട്ടർ ഓഫ് ദ അപ്പർ ബ്ലേഡ് ഈസ് കർവ്ഡ്, കുറച്ച് കർവ്ഡ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ കട്ടിങ് നടക്കത്തില്ല. ഓക്കെ. ഷീറ്റ് കട്ട് ചെയ്ത് ഈ സൈഡിലോട്ട് എടുക്കണമല്ലോ, അതിനായിട്ടാണ് അപ്പർ ബ്ലേഡ് കർവ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫിഗർ ഒന്ന് നോക്കി വെച്ചേക്കുക, ചിലപ്പോൾ ഫിഗർ വെച്ച ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ഈ ലിവർ ആം നമ്മൾ താഴത്തോട്ട് അപ്ലൈ ചെയ്യാൻ നേരത്താണ് ഈ അപ്പർ ബ്ലേഡ് ഈ ഷീറ്റുമായിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന ഒരു ഷീറ്റിൽ കട്ടിങ് നടക്കുന്നത്. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ സർക്കിൾ കട്ടിങ് ആൻഡ് കർവ് കട്ടിങ് മെഷീൻ. ദീസ് മെഷീൻസ് ആർ യൂസ്ഡ് ടു കട്ട് സർക്കിൾസ് ആൻഡ് കർവ്സ് ഓഫ് ദ ഡിസൈഡ് ഷേപ്പ്. അപ്പോൾ ഈ മെഷീൻ എന്ന് പറയുന്നത് സർക്കിൾ കട്ടിങ്, ആ പേരിൽ തന്നെ ഉണ്ട്. സർക്കിൾസ് കട്ട് ചെയ്യാനും കർവ് ഡിസൈഡ് ഷേപ്പിൽ കട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ മെഷീൻസ് യൂസ് ചെയ്യുന്നത്. വെൻ കട്ടിങ് കർവ് ഷീറ്റ് മസ്റ്റ് ബി ഗൈഡഡ് ബൈ ദ ഹാൻഡ്. ഇപ്പോൾ നമ്മൾ ഇതിൽ കർവ് കട്ട് ചെയ്യുന്ന സമയത്ത് ഷീറ്റ് നമ്മുടെ കൈ വെച്ച് ഗൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഇവിടെ ഒരു ഹാൻഡ് ലിവർ കാണും, ഇവിടെയാണ് ആ കട്ടിങ് ബ്ലേഡ് വരുന്നത്. ഓക്കെ. അപ്പം ഇത് നമുക്ക് ആക്ച്വലി സിലബസിൽ ഇല്ല, എങ്കിലും എക്സ്ട്രാ ആയിട്ട് പറയുന്നതാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് വുഡൻ മാലറ്റിനെ കുറിച്ചാണ്. ഓക്കെ. മാലറ്റ്സ് എന്ന് പറയുന്നത് സോഫ്റ്റ് ഹാമേഴ്സ് ആണ്. ആർ മെയ്ഡ് ഓഫ് റോ ഹൈഡ്, ഹാർഡ് റബ്ബർ, കോപ്പർ, ബ്രാസ്, lead or wood and are used to strike a soft and light blow on metal. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ് നമ്മളെ മെറ്റൽ സർഫസ് ഉണ്ട്, ഷീറ്റ് മെറ്റലിൽ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് ബ്ലോ കൊടുക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ടൈപ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വുഡൻ മാലറ്റ്സ് ആണ്. ജനറൽ പർപ്പസ് വർക്കിന് ഫ്ലാറ്റൻ ചെയ്യാനും ബെൻഡിങ് ചെയ്യാനുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സ്റ്റാൻഡേർഡ് വുഡൻ മാലറ്റ് ജനറൽ പർപ്പസ് വർക്കിനാണ്, ഫ്ലാറ്റനിങ്ങും ബെൻഡിങ്ങിനും വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ബോസിങ് മാലറ്റ് ഉണ്ട്, ഈ കാണുന്നതാണ് ബോസിങ് മാലറ്റ്. ഇതെന്ന് പറയുന്നത് ഹോളോയിങ് പാനൽ ബീറ്റിങ്സ്, അതായത് ഒരു തൊപ്പി പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ, അകത്ത് കുഴിഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ ഹോളോയിങ് പാനൽ ബീറ്റിങ്സ് എന്ന് പറയുന്നത് അതാണ്. ബോസിങ് മാലറ്റ് യൂസ് ചെയ്യുന്നത് ഹോളോയിങ് പാനൽ ബീറ്റിങ്സിനാണെന്ന് ഓർക്കുക. പിന്നെ ഒരു എൻഡ് ഇഫക്റ്റ് മാലറ്റ് ഉണ്ട്, ഇതാണ് എൻഡ് ഇഫക്റ്റ് മാലറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ. അതെന്ന് പറയുന്നത് സ്ട്രെച്ചിങ്ങിനും ഹാമറിങ്ങിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് ആ ഹോളോയിങ് ചെയ്തതിനെ സ്ട്രെച്ച് ചെയ്യാനും ഹാമർ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യും. നെക്സ്റ്റ് നോക്കാനുള്ളത് ഷീറ്റ് മെറ്റൽ ഹാൻഡ് ടൂൾസിനെ കുറിച്ചാണ്. ഓക്കെ. ഷീറ്റ് മെറ്റൽ വർക്ക് ഈസ് ജനറലി റിഗാർഡ് ആസ് ദ വർക്കിംഗ് ഓഫ് മെറ്റൽ ഫ്രം 16 gauge ഡൗൺ ടു 13 gauge വിത്ത് ഹാൻഡ് ടൂൾസ് ആൻഡ് സിമ്പിൾ മെഷീൻസ് ഷേപ്പ് ആൻഡ് ജോയിൻറ്റ്. ഈ ഗേജ് എന്ന് പറയുന്നത് ഗേജിൻ്റെ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ തിക്നെസ് ഡിക്രീസ് ചെയ്യുന്ന പറയുക. അപ്പോൾ ഈ 13 gauge എന്ന് പറയുന്നത് തിക്നെസ് കുറവായിരിക്കും. ഓക്കെ. 16 gauge എന്ന് പറയുന്നത് തിക്നെസ് കൂടുതലായിരിക്കും. എ ലാർജ് നമ്പർ ഓഫ് ഹാൻഡ് ടൂൾസ് ആർ യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്. അപ്പോൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഹാൻഡ് ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റീൽ സ്ക്വയർ ആണ്. ഓൾറെഡി നമ്മളിത് പഠിച്ചതാണ്, ടിൻമാൻ സ്ക്വയർ, എൽ സ്ക്വയർ എന്നുള്ള രീതിയിൽ. എ സ്റ്റീൽ സ്ക്വയർ ഇസ് എ എൽ ഷേപ്ഡ് പീസ് ഓഫ് ഹാർഡൻഡ് സ്റ്റീൽ വിത്ത് ഗ്രാജുവേഷൻ മാർക്സ് ഓൺ ദ എഡ്ജസ് ഫോർ മെഷറിംഗ് ആൻഡ് മാർക്കിംഗ്. അപ്പോൾ ഒരു എൽ ഷേപ്പ് ആയിട്ടുള്ളൊരു സ്റ്റീൽ പീസാണ്, അതിൽ ഗ്രാജുവേഷൻസ് എഡ്ജസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് മെഷറിങ്ങിനും മാർക്കിങ്ങിനുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ഇൻ ദ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ടു എനി ബേസ് ലൈൻ. ഇപ്പോൾ ഒരു ബേസ് ലൈനെ വെച്ചുകൊണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇതിൻ്റെ ഷോർട്ട് ആം ഓഫ് ദി സ്ക്വയർ ഓർ ബ്ലേഡ് ഈസ് കോൾഡ് ടങ്. ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഷോർട്ട് ആമിന് ടങ് എന്നും അതിൻ്റെ ലോങ് ആമിന് ബോഡി അല്ലെങ്കിൽ ബ്ലേഡ് എന്നും പറയും. ഓക്കെ, അതിൻ്റെ കോർണറിനെ പറയുന്ന പേര് ഹീൽ എന്നാണ്. പിന്നെ എൽ സ്ക്വയർ എന്ന് പറയുന്നത് നോർമലി 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ അതുകൂടാതെ 60, 45, 30 ഡിഗ്രി ഡിഫറൻറ്റ് സൈസസിലും അവൈലബിൾ ആണ്. ഇപ്പം ഈ സൈസ് ഓഫ് എൽ സ്ക്വയർ സ്പെസിഫൈ ചെയ്യുന്നത് ആ ബോഡിയുടെ ലെങ്ത് വെച്ചിട്ടാണ്, പിന്നെ അതിൻ്റെ ആംഗിൾ വെച്ചിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതെന്ന് പറയുന്നത് ഓക്കെ ഇത് ടോട്ടൽ ലെങ്ത് ആയിട്ടായിരിക്കും പറയുന്നത്. ഇപ്പോൾ ഈ ടങ്ങിൻ്റെയും ബോഡിയുടെയും ടോട്ടൽ ലെങ്ത് ആയിട്ടായിരിക്കും പറയുന്നത്. സ്പെസിഫിക്കേഷൻ വരാൻ നേരത്ത് ലെങ്ത് ഓഫ് ദ ബോഡി ആൻഡ് ആംഗിൾ ഇപ്പോൾ പറഞ്ഞു. 90 ഡിഗ്രി മാത്രമല്ല 60, 45, 30 ഡിഫറെൻറ്റ് സൈസസിലുണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്രാച്ച് ഹോൾ ആൻഡ് സ്ക്രൈബർ ആണ്. സ്ക്രാച്ച് ഹോൾ എന്ന് പറയുന്നത് ഈ കാണുന്ന പീസാണ്. ഒരു വുഡൻ ഹാൻഡിൽ കാണും, പിന്നെ സ്ക്രൈബർ പോലത്തെ ഒരു പോയിന്റ് കാണും. ഓക്കെ, സ്ക്രാച്ച് ഹോൾ ആൻഡ് സ്ക്രൈബർ. സ്ക്രാച്ച് ഹോൾ എന്ന് പറയുന്നത് മാർക്കിംഗ് അല്ലെങ്കിൽ ലേഔട്ട് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡീപ്പർ ലൈൻസ് ആയിരിക്കും മാർക്ക് ചെയ്യുന്നത്. സ്ക്രാച്ച് ഹോൾ ഈസ് യൂസ്ഡ് വെയർ ഡീപ്പർ ലൈൻസ് ആർ ടു ബി മാർക്ക്ഡ്. ദ വുഡൻ ഹാൻഡിൽ ഈസ് യൂസ്ഫുൾ ഫോർ എക്സേർട്ടിംഗ് പ്രഷർ. ആ വുഡൻ ഹാൻഡിലിൽ നമ്മൾ പ്രഷർ കൊടുത്തിട്ടായിരിക്കും ആ ഡീപ്പർ ലൈൻസ് മാർക്ക് ചെയ്യുന്നത്. സ്ക്രൈബർ എന്ന് പറയുന്നത് ഷാർപ്പ് ക്ലിയർ ലൈൻസ് ഷീറ്റ് മെറ്റൽ സർഫസിൽ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ക്രൈബർ ഈസ് യൂസ് ടു മേക്ക് ഷാർപ്പ് ക്ലീൻ ലൈൻസ് ഓൺ ഷീറ്റ് മെറ്റൽ സർഫസ്. ഇറ്റ് ഈസ് സംടൈംസ് കോൾഡ് മെറ്റൽ വർക്കേഴ്സ് പെൻസിൽ എന്ന് പറയും. ഓക്കെ, ചില സമയത്ത് ഇതിനെ മെറ്റൽ വർക്കേഴ്സ് പെൻസിൽ എന്ന് പറയും. അപ്പം മെറ്റൽ വർക്കേഴ്സ് പെൻസിൽ എന്ന് പറയുന്നത് സ്ക്രൈബറിനെയാണെന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ ബോഡി ഓഫ് ദ സ്ക്രൈബർ ഈസ് നേൾഡ് ഫോർ പ്രോപ്പർ ഗ്രിപ്പ്. അപ്പോൾ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് നേൾ ചെയ്തിട്ടുണ്ട് പ്രോപ്പർ ഗ്രിപ്പിന് വേണ്ടി. ദ ടിപ്സ് ഓഫ് ദ സ്ക്രൈബർ ആൻഡ് സ്ക്രാച്ച് ഹോൾ ആർ ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. ഇപ്പോൾ ഇതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് ഹാർഡൻഡ് ആണ്, ടെമ്പേർഡ് ആണ്. ദേ ആർ ടേപ്പേർഡ് ടു 50 to 20 ഡിഗ്രി ടു ഗെറ്റ് എ ഷാർപ്പ് പോയിന്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടേപ്പർ ചെയ്തിട്ടുണ്ട്. ഒരു 15 to 20 ഡിഗ്രിയാണ് ടേപ്പർ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ക്രൈബറിൻ്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ 12 to 15 ഡിഗ്രിയാണ്. അത് മാറിപ്പോകരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോമ്പസ് ആണ്. കോമ്പസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ആർ യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്. ഈ ഷീറ്റ് മെറ്റൽ വർക്കിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ മാർക്കിംഗ് ഡയമെൻഷൻസ് ആക്യുറേറ്റ്ലി. ആക്യുറേറ്റ് ആയിട്ട് ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫോർ ട്രാൻസ്ഫറിങ് ഡയമെൻഷൻസ് ഫ്രം ദ റൂൾ ടു ദ വർക്ക്. റൂളിൽ നിന്ന് വർക്കിലേക്ക് ഡയമെൻഷൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. പിന്നെ മാർക്കിംഗ് ഓഫ് എ സർക്കിൾ ആൻഡ് സർക്കുലർ ഡിസ്ക്. ഇപ്പോൾ ഒരു സർക്കിള് മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ സർക്കുലർ ഡിസ്കിൽ മാർക്ക് ചെയ്യണം, സർക്കുലർ ആർക്ക് മാർക്ക് ചെയ്യണം എന്നീ പർപ്പസിനൊക്കെ ആയിട്ട് നമ്മൾ ഈ കോമ്പസ് യൂസ് ചെയ്യും. പിന്നെ ഡിവൈഡിങ് എ സ്ട്രൈറ്റ് ലൈൻ ഓർ എ സർക്കിൾ ഇൻറ്റു ഈക്വൽ പാർട്സ്. ഇപ്പോൾ ഒരു സർക്കിളിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനോ സ്ട്രൈറ്റ് ലൈനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനോ നമ്മൾ ഷീറ്റ് മെറ്റൽ വർക്കിന് കോമ്പസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പസസ് ഇൻക്ലൂഡ് ഓർഡിനറി കോമ്പസ്. ഫസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഓർഡിനറി, രണ്ടാമത് കാണിച്ചിരിക്കുന്നത് സ്പ്രിംഗ് കോമ്പസ്, മൂന്നാമത്തത് ബീം കോമ്പസ്. അപ്പോൾ ഈ ഫിഗർ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം, കാരണം ഫിഗർ ഇന്ന് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ഇത് വിങ് കോമ്പസ് ആണ്. ഈ നെറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ലെഗ്. ഓക്കെ, ഇൻ എ വിങ് കോമ്പസ് വിങ് നെറ്റ് ഈസ് ടൈറ്റൻഡ് ടു അവോയ്ഡ് ചേഞ്ച് ഇൻ മെഷർമെൻറ്റ് ഡ്യൂറിങ് ലേഔട്ട് വർക്ക്. അപ്പോൾ ഇതിലെന്ന് പറയുന്നൊരു വിങ് നെറ്റ് കൊടുത്തിട്ടുണ്ട്. ആ വിങ് നെറ്റ് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെഗ് പിന്നെ മൂവ് ആകത്തില്ല. അപ്പോൾ മെഷർമെൻറ്റ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ബീം കോമ്പസ് എന്ന് പറയുന്നത് അതിനെ തന്നെ ട്രാമൽ എന്നും പറയും. ഓക്കെ, ഇപ്പോൾ ലാർജ് സർക്കിൾ സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്ന് ചോദിക്കും. ട്രാമൽ, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബീം കോമ്പസ്. ഓക്കെ, സ്ക്രൈബ് എ സർക്കിൾ ഓർ ആർക്ക് വിത്ത് എ ലാർജർ ഡയമീറ്റർ. ലാർജർ ഡയമീറ്ററുള്ള ആർക്കോ സർക്കിളോ വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബീം കോമ്പസ് അല്ലെങ്കിൽ ട്രാമൽ ആണെന്ന് ഓർക്കുക. എ ജോയിനിങ് സ്ലീവ് എനേബിൾസ് 2 or more ട്രാമൽ ബാർസ് ടു ബി ജോയിൻ ടുഗദർ. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഒരു ജോയിനിങ് സ്ലീവ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ബാർ അറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ലെങ്ത് കൂട്ടാം. ഓക്കെ, എന്നിട്ട് കുറച്ചും കൂടെ വലിയ സർക്കിൾ വരയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന പഞ്ചസ് ആണ്. ഓൾറെഡി നമ്മളിത് മാർക്കിങ്ങിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും പറഞ്ഞു പോകാം. ദീസ് പഞ്ചസ് ആർ യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽസ് ആൻഡ് അതർ വർക്ക് ലൊക്കേറ്റ് പൊസിഷൻ. ഒരു പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിക് പഞ്ചസ് ആണ്. അപ്പം പ്രിക് പഞ്ചസിൻ്റെ ദീസ് പഞ്ചസ് ആർ യൂസ്ഡ് ടു മേക്ക് വിറ്റ്നസ് മാർക്സ് ഓൺ സ്ക്രൈബ്ഡ് ലൈൻ. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, സ്ക്രൈബ്ഡ് ലൈൻസിൽ വിറ്റ്നസ് മാർക്ക് ഇടാനായിട്ട് ഈ പ്രിക് പഞ്ചസ് നമ്മൾ യൂസ് ചെയ്യും. ദിസ് മേക്സ് ഇറ്റ് ഈസിയർ ടു സീ ആക്യുറേറ്റ് മാർക്കിംഗ് ഔട്ട് ലൈൻസ്. അപ്പോൾ
ആക്യുറേറ്റ് ആയിട്ട് ആ ലൈൻ കാണാനായിട്ട് ഈ വിറ്റ്നസ് മാർക്ക് നമ്മളെ സഹായിക്കും. പിന്നെ ദിസ് ഈസ് ഹെൽപ്ഫുൾ ടു ലൊക്കേറ്റ് ദ സെൻറ്റർ പൊസിഷൻസ് ബിഫോർ സെൻറ്റർ പഞ്ചിങ്. അപ്പോൾ സെൻറ്റർ പഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഈ പ്രിക് പഞ്ച് വെച്ച് അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. അതിനുശേഷമായിരിക്കും നമ്മൾ സെൻറ്റർ പഞ്ച് 90 ഡിഗ്രി വെച്ചിട്ട് അവിടെ സെൻറ്റർ പൊസിഷൻ മാർക്ക് ചെയ്യുന്നത്. എന്തിനാണ്? ഒരു ഡ്രില്ല് ചെയ്യാനോ മറ്റോ ആയിട്ട്. ഓക്കെ, ദിസ് ഈസ് ഹെൽപ്ഫുൾ ടു ലൊക്കേറ്റ് സെൻറ്റർ പൊസിഷൻസ് ബിഫോർ സെൻറ്റർ പഞ്ചിങ് ആൻഡ് കോമ്പസ് ജോയിൻലി ഫോർ സ്ക്രൈബിങ് സർക്കിൾസ്. ഓക്കെ, ഇപ്പോൾ ഡിവൈഡർ പോയിന്റ് അതുപോലെ തന്നെ ഇവിടെ കോമ്പസ് ആയിട്ടാണ് പറയുന്നത്. ആ കോമ്പസ് ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ പ്രിക് പഞ്ച് യൂസ് ചെയ്യും. ആ ഡിവൈഡർ പോയിന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 30 ഡിഗ്രി പ്രിക് പഞ്ചാണ്. വിറ്റ്നസ് മാർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന 60 ഡിഗ്രി പ്രിക് പഞ്ചാണ്. 60 ഡിഗ്രി പ്രിക് പഞ്ചിനെ തന്നെ നമ്മൾ ഡോട്ട് പഞ്ച് എന്നും പറയും. പിന്നെ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പറയുന്നത്, എ 100 mm prick punch with a 7 mm diameter body could have a 2.5 mm diameter point ground to an angle of 60 or 30 degree. അതായത് പ്രിക് പഞ്ചിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 60 അല്ലെങ്കിൽ 30 ഡിഗ്രിയാണ്. 100 mm പ്രിക് പഞ്ചിന് ലെങ്ത് ഉള്ളത് 7 mm ഡയമീറ്റർ ബോഡി കാണും ആൻഡ് 2.5 mm ഡയമീറ്റർ പോയിന്റ്. ആ പോയിന്റിൽ എന്ന് പറയുന്നത് 2.5 mm ഡയമീറ്റർ ആയിരിക്കും. പിന്നെ സെൻറ്റർ പഞ്ച്, ദീസ് പഞ്ചസ് ആർ സിമിലർ ടു പ്രിക് പഞ്ചസ് ആൻഡ് ആർ ജനറലി ലാർജ്. അപ്പോൾ അത് ലാർജർ ആയിരിക്കും സെൻറ്റർ പഞ്ച് എന്ന് പറയുന്നത്. 100 mm സെൻറ്റർ പഞ്ച് കുഡ് ഹാവ് എ 10 mm ഡയമീറ്റർ ബോഡി. ഇപ്പോൾ 100 mm സെൻറ്റർ പഞ്ചിന് 10 mm ഡയമീറ്റർ ബോഡി ആയിരിക്കും. 6 mm ഡയമീറ്റർ പോയിന്റ് ഗ്രൗണ്ട് ടു ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. സെൻറ്റർ പഞ്ചസ് ആർ യൂസ് ടു മേക്ക് ഡീപ്പർ വിറ്റ്നസ് മാർക്സ് ഓൺ സ്ക്രൈബ്ഡ് ലൈൻസ്. അപ്പോൾ ഡീപ്പർ വിറ്റ്നസ് മാർക്ക് ആയിരിക്കും സെൻറ്റർ പഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻറ്റർ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ടാണ്. അവിടെ നമുക്ക് കറക്റ്റായിട്ട് ഡ്രിൽ ചെയ്യാൻ. ആൻഡ് ടു ലൊക്കേറ്റ് എ സെൻറ്റർ പൊസിഷൻ ആൻഡ് മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ദ ഡ്രിൽ ടു സ്റ്റാർട്ട് കറക്റ്റ്ലി. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പഞ്ചസിൽ തന്നെ വേറെ കുറച്ച് ടൈപ്പും കൂടെ ഉണ്ട്. ഓക്കെ, എക്സ്ട്രാ ആയിട്ട് വരുന്നത് സോളിഡ് പഞ്ച്. ഈ സോളിഡ് പഞ്ച് എന്ന് പറയുന്നത് ഇൻ റിവെറ്റിംഗ് ഷീറ്റ് മെറ്റൽ. അപ്പോൾ ഷീറ്റ് മെറ്റൽ നമുക്ക് റിവെറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ആദ്യമേ ഹോൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹോൾ ഇടാനായിട്ട് ഹോൾ മസ്റ്റ് ബി ഈക്വലി സ്പേസ്ഡ് ആൻഡ് ലൈൻഡ് അപ്പ്. ദ ഹോൾസ് ഇൻ ദ മെറ്റൽ ആർ യൂഷ്വലി പഞ്ച്ഡ് വിത്ത് സോളിഡ് പഞ്ചസ്. അപ്പം ഷീറ്റ് മെറ്റലിൽ റിവെറ്റ് ചെയ്യാനായിട്ട് ഹോൾസ് പഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് സോളിഡ് പഞ്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് താഴെ ഒരു ഹാർഡ് വുഡ് കൊടുത്തിരിക്കും. ഒരു വുഡിൻ്റെ ഒരു കഷ്ണം കൊടുക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഞ്ച് ചെയ്ത് ഹോളിൽ മാർക്ക് ചെയ്ത് താഴത്ത് നിന്ന് ഗ്രൗണ്ടിൽ പോയി മുട്ടിയിട്ട് ഇതിൻ്റെ പോയിന്റ് ആംഗിൾ ബ്ലണ്ട് ആയി പോകും. ഹോളോ പഞ്ച്, ദീസ് പഞ്ചസ് ആർ ഓൾസോ യൂസ് ടു പഞ്ച് ഹോൾസ് ഇൻ തിൻ ഷീറ്റ് മെറ്റൽ, ലെതർ, പ്ലാസ്റ്റിക്, കോർക്ക് എക്സെട്ര. അപ്പോൾ ഇതെന്ന് പറയുന്നത് തിൻ ഷീറ്റ് മെറ്റൽസ്, ലെതർ, പ്ലാസ്റ്റിക്, കോർക്ക് ഇവയിലൊക്കെ ഹോൾസ് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോളോ പഞ്ച് യൂസ് ചെയ്യുന്നത്. ഗ്യാസ്കറ്റ്, സീൽസ്, സ്പേസേഴ്സ് ഒക്കെ ഈ ഹോളോ പഞ്ചസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതും സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് താഴത്തെ ഗ്രൗണ്ടിൽ പോയി പതിക്കാതിരിക്കാനായിട്ട് താഴത്തെ ഒരു ഹാർഡ് വുഡ് കൊടുത്തിരിക്കും ഷീറ്റ് മെറ്റലിന് അടിയിലായിട്ട്. ഓക്കെ, ഹോളോ പഞ്ചസ് ഹാവ് ഷാർപ്പ് ആൻഡ് ട്യൂബുലർ എൻഡ്സ്. ഹോളോ പഞ്ചസിന് ഷാർപ്പ് ട്യൂബുലർ എൻഡ്സ് ആണുള്ളത്. ഓക്കെ, വൈൽ യൂസിങ് സോളിഡ് ഓർ ഹോളോ പഞ്ചസ് മെറ്റീരിയൽ ഈസ് റിജിഡ്ലി സപ്പോർട്ടഡ് വിത്ത് എ ബ്ലോക്ക് ഓഫ് വുഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം, ഇപ്പോൾ ആ മെറ്റീരിയൽ, ഇപ്പോൾ ആ ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഓഫ് വുഡിലോ ലെഡിലോ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കും. ദിസ് വിൽ അവോയ്ഡ് എൻ ഡാമേജ് ദ ടിപ്പ് ഓഫ് ദ പഞ്ചസ് വൈൽ പഞ്ചിങ്. പഞ്ച് ചെയ്യുന്ന സമയത്ത് ആ പഞ്ചസിൻ്റെ ടിപ്പിന് ഡാമേജ് ഒന്നും പറ്റാതിരിക്കാനായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പിൻ പഞ്ചസ് ആണ്. പിൻ പഞ്ചസ് ആർ യൂസ്ഡ് ടു ഡ്രൈവ് ലൊക്കേറ്റിംഗ് ഓർ ലോക്കിംഗ് പിൻസ്, ഡവൽസ് ആൻഡ് റിവെറ്റ്സ് ഔട്ട് ഓഫ് ദെയർ ഹോൾസ്. അപ്പോൾ ഈ പിൻ പഞ്ചസ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഹോളിൽ റിവെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ അടിച്ച് സ്ട്രൈക്ക് ചെയ്ത് താഴോട്ട് ഇടണം. അല്ലെങ്കിൽ ലോക്കിംഗ് പിൻസ് കൊടുത്തിട്ടുണ്ട്, ഡവൽസ് കൊടുത്തിട്ടുണ്ട്. അതിനെയൊക്കെ ആ ഹോളിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് താഴത്തോട്ട് കളയാനായിട്ടാണ് പിൻ പഞ്ചസ് യൂസ് ചെയ്യുന്നത്. പിൻ പഞ്ചസ് ആർ യൂസ് ടു ഡ്രൈവ് ലൊക്കേറ്റിംഗ് ഓർ ലോക്കിംഗ് പിൻസ്, ഡവൽസ് ആൻഡ് റിവെറ്റ്സ് ഔട്ട് ഓഫ് ദെയർ ഹോൾസ്. ഓക്കെ, പിന്നെ പിൻ പഞ്ചസ് ആർ അവൈലബിൾ ഇൻ സെറ്റ് ഓഫ് 5. അപ്പോൾ ഇത് 5 സെറ്റായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക പിൻ പഞ്ചസ്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3, 4, 5, 6 ആൻഡ് 8 ആണ്. ഓക്കെ, പിന്നെ നാൾഡ് ബോഡിയാണുള്ളത്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 150 mm ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മെറ്റൽ ഷീറ്റ്സ് ആൻഡ് ദെയർ യൂസസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ഒരു മാർക്ക് എന്തായാലും PSC ചോദിക്കാതിരിക്കത്തില്ല. ഓക്കെ, ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റൽ ഷീറ്റ്സ് ആർ യൂസ്ഡ്. The sheets are specified by
ദെയർ സ്റ്റാൻഡേർഡ് ഗേജ് നമ്പർ. ഇപ്പം സ്റ്റാൻഡേർഡ് വയർ ഗേജിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗേജ് നമ്പറിലായിരിക്കും ഷീറ്റ് മെറ്റൽസിനെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പം അതിൽ ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് ഷീറ്റാണ്. അതെന്ന് പറയുന്നത് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഷീറ്റ് മെറ്റലാണ് ബ്ലാക്ക് ആൻഡ് ഷീറ്റ്. അത് റോൾ ചെയ്തായിരിക്കും നമുക്ക് ഡിസൈഡ് തിക്നെസ്സിൽ കിട്ടുന്നത്. അത് തന്നെ രണ്ട് കണ്ടീഷനിലുണ്ട്, കോൾഡ് റോൾഡും ഉണ്ട്, ഹോട്ട് റോൾഡും ഉണ്ട്. അപ്പോൾ ഈ കോൾഡ് സ്റ്റേറ്റിൽ റോൾ ചെയ്തുണ്ടാക്കുന്നതിന് കോൾഡ് റോൾഡ് എന്നും ഹോട്ട് സ്റ്റേറ്റിൽ റോൾ ചെയ്തുണ്ടാക്കുന്നതിന് ഹോട്ട് റോൾഡ് എന്നും പറയും. ഈ ഹോട്ട് റോൾഡ് ഷീറ്റ്സിന് ബ്ലൂയിഷ് ബ്ലാക്ക് കളർ അപ്പിയറൻസ് ആയിരിക്കും. ഓക്കെ, അത് അൺകോട്ടഡ് ഷീറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൊറോഡ് ചെയ്യുന്നത് എളുപ്പമായിരിക്കും, റാപ്പിഡ്ലി കൊറോഡ് ചെയ്യും. പിന്നെ കോൾഡ് റോൾഡ് ഷീറ്റ്സിന് പ്ലെയിൻ സിൽവർ വൈറ്റിഷ് അപ്പിയറൻസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം, പ്ലെയിൻ സിൽവർ വൈറ്റിഷ് അപ്പിയറൻസ്. പിന്നെ ഇതിന് വർക്ക് ഹാർഡ്നെസ് കുറക്കാനായിട്ട് നമ്മൾ അനിൽ ചെയ്യും ഈ കോൾഡ് റോൾഡ് ഷീറ്റ്സിനെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ CRC എന്ന് പറയും. ഈ ഷീറ്റിന് കോൾഡ് റോൾഡ് ഷീറ്റ്സിനെ CRC എന്ന് പറയും. കോൾഡ് റോൾഡ് സി എന്ന് പറയുന്ന ക്ലോസ് അനീൽഡ്. ഓക്കെ, അപ്പം ബ്ലാക്ക് ആൻഡ് ഷീറ്റിൻ്റെ ഒരു ടൈപ്പാണ് CRC എന്ന് ഓർത്ത് വെച്ചേക്കുക, കോൾഡ് റോൾഡ് ക്ലോസ് അനീൽഡ് ഷീറ്റ്. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ ചിലപ്പം CRC എന്ന് വന്നിട്ട് ഓപ്ഷൻ തരിക ബ്ലാക്ക് ആൻഡ് ഷീറ്റ്, ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്, അലൂമിനിയം ഷീറ്റ്, കോപ്പർ ഷീറ്റ്, ആ രീതിയിലായിരിക്കും. അപ്പോൾ ഈ CRC എന്താണെന്ന് അറിയുന്നവർക്ക് മാത്രമേ ബ്ലാക്ക് ആൻഡ് ഷീറ്റ് ഓപ്ഷന് തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ യൂസ് ഓഫ് ദിസ് മെറ്റൽ ഇസ് ലിമിറ്റഡ് ടു മേക്കിംഗ് ആർട്ടിക്കിൾസ് ദാറ്റ് ആർ ടു ബി പെയിൻറ്റഡ് ഓർ ഇനാമൽഡ് സച്ചാസ്. അപ്പോൾ ഇതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ബ്ലാക്ക് ആൻഡ് ഷീറ്റിൻ്റെ യൂസ് ജസ്റ്റ് ഒരു പേപ്പറിൽ അതിന് യൂസ് മാത്രം എഴുതി വെക്കുക. ടാങ്ക് ഉണ്ടാക്കാൻ, പാൻസ്, സ്റ്റൗസ്, പൈപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത്രയും യൂസസ് ആണ് ബ്ലാക്ക് ആൻഡ് ഷീറ്റിനുള്ളതെന്ന് അറിയുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് ആണ്. ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിങ്ക് കോട്ട് ചെയ്തായിരിക്കും. ഓക്കെ, സിങ്ക് കോട്ട് ചെയ്ത അയനെ പറയുന്ന പേരാണ് ഗാൽവനൈസ്ഡ് അയൺ. ഇത് സോഫ്റ്റ് അയൺ ആയിരിക്കും, GI ഷീറ്റ് എന്നായിരിക്കും ഇത് അറിയപ്പെടുന്നത്. സിങ്ക് കോട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കും, പിന്നെ ബെറ്റർ അപ്പിയറൻസ് ആയിരിക്കും, പിന്നെ സോൾഡർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് സിങ്ക്, ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് വിത്ത്സ്റ്റാൻഡ്സ് കോണ്ടാക്ട് വിത്ത് വാട്ടർ ആൻഡ് എക്സ്പോഷർ ടു വെതർ. അപ്പം വാട്ടറും വെതറൊക്കെ ആയിട്ട് എക്സ്പോഷർ ഉണ്ടാകുന്ന സമയത്ത് ആ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റിന് സാധിക്കും. അവിടെ കൊറോഷനോ റസ്റ്റോ ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ യൂസസും കൂടെ ഓരോ ഷീറ്റിൻ്റെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ GI ഷീറ്റ് യൂസ് ചെയ്യുന്ന പാൻ ഉണ്ടാക്കാൻ, ഓക്കെ, ബക്കറ്റ് ഉണ്ടാക്കാൻ, ഫർണസസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഹീറ്റിംഗ് ഡക്റ്റ്, ക്യാബിനറ്റ്സ്, ഗട്ടേഴ്സ്. അപ്പോൾ കോമൺ അല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, അപ്പം ഹീറ്റിംഗ് ഡക്റ്റ് അതൊന്ന് നോക്കി വെച്ചേക്കുക. ഹീറ്റിംഗ് ഡക്റ്റ്, ഫർണസസ്, ക്യാബിനറ്റ്. ഓക്കെ, GI ഷീറ്റിൻ്റെ ആണ് ഉണ്ടാക്കുന്നതെന്ന് ഓർക്കുക. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് എന്ന് പറയാൻ നേരത്ത് അതായത് സ്റ്റീലിൻ്റെ ഒരു അലോയാണ്. ഓക്കെ, അതിൽ നിക്കലും ക്രോമിയവും അതർ മെറ്റൽസും കാണും. ഓക്കെ, ഇറ്റ് ഹാസ് എ ഗുഡ് കൊറോസീവ് റെസിസ്റ്റൻസ് ആൻഡ് ക്യാൻ ബി വെൽഡഡ് ഈസിലി. വെൽഡ് ചെയ്യാൻ എളുപ്പമാണ്, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിനുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് കൂടുതലായിരിക്കും, പിന്നെ GI ഷീറ്റിനേക്കാളും ടഫർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ ഷോപ്പ് ക്യാൻ ബി വർക്ക്ഡ് സിമിലർ ടു ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്. ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റിന് പോലെ തന്നെ നമുക്ക് സ്റ്റെയിൻലെസ് ഷീറ്റ് യൂസ് ചെയ്യാം, പക്ഷെ ടഫർ ആയിരിക്കും. ഇപ്പോൾ ഒരു ഷീറ്റ് മെറ്റൽ വർക്ക് എന്ന് പറയുന്നത് കൂടുതൽ ടഫായിട്ടുള്ളൊരു മെറ്റീരിയൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് ബെൻഡ് ചെയ്യാനും അതിനെ ഫോം ചെയ്തെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പിന്നെ അതുകൂടാതെ കോസ്റ്റ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡയറീസ്, ഫുഡ് പ്രോസസ്സിങ്, കെമിക്കൽ പ്ലാന്റ്സ്, കിച്ചൺ വെയർ. ഓക്കെ, അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് എവിടേക്കാണ്? ഡയറീസ്, ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ്, കെമിക്കൽ പ്ലാന്റ്സ്, കിച്ചൺ വെയർ. നെക്സ്റ്റ് പഠിക്കാനുള്ളത് കോപ്പർ ഷീറ്റാണ്. കോപ്പർ ഷീറ്റ് എന്ന് പറയുന്നത് കോൾഡ് റോൾഡോ അല്ലെങ്കിൽ ഹോട്ട് റോൾഡോ ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതും കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്, ക്യാൻ ബി വർക്ക് ഈസിലി, അതിൽ വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഷീറ്റ് മെറ്റൽ ഷോപ്സിൽ കോമൺലി യൂസ് ചെയ്യുന്നതാണ്, കോമൺലി യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ ഷോപ്സ്. പിന്നെ ബെറ്റർ അപ്പിയറൻസ് ആണ് ഇതിനുള്ളത്. പിന്നെ ഇതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഗട്ടേഴ്സ്, എക്സ്പാൻഷൻ ജോയിൻസ് മാർക്ക് ചെയ്യുക, റൂഫ് ഫ്ലാഷിങ്സ്, ഹുഡ്സ്, യുട്ടൻസിൽസ്, ബോയിലർ പ്ലേറ്റ്സ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് മാർക്ക് ചെയ്യേണ്ടത് എക്സ്പാൻഷൻ ജോയിൻസ്, റൂഫ് ഫ്ലാഷിങ്സ്, ബോയിലർ പ്ലേറ്റ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ കോപ്പർ ഷീറ്റിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ അലൂമിനിയം ഷീറ്റ് ആണ് അടുത്തത്. അലൂമിനിയം ഷീറ്റിൽ
നമ്മൾ നോക്കേണ്ടത് അലൂമിനിയം പ്യുവർ ഫോമിലല്ലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ കോപ്പർ, സിലിക്കൺ, മാംഗനീസ്, അയൺ, ഓക്കെ, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ലൈറ്റ് വെയിറ്റ് ആണ് അലൂമിനിയം. അലൂമിനിയം ഷീറ്റ്സ് ആർ വിച്ച് ഇൻ കളർ ആൻഡ് ലൈറ്റ് ഇൻ വെയിറ്റ്. ഓക്കെ, അത് വൈറ്റിഷ് ഇൻ കളറാണ്. അലൂമിനിയം എന്ന് പറയുന്ന അതിൻ്റെ കളർ വൈറ്റിഷ് ആണ്, അത് നോട്ട് ചെയ്യുക. പിന്നെ കോപ്പറും സിലിക്കണും മാംഗനീസും അയണുമായിട്ട് മിക്സ് ചെയ്തായിരിക്കും യൂസ് ചെയ്യുന്നത്, പ്യുവർ ഫോമിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ കൊറോഷനും അബ്രേഷൻ റെസിസ്റ്റൻ്റ് ആണ്. അലൂമിനിയം ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, ഇപ്പോൾ നമുക്ക് വീട്ടിലെ ഉപകരണങ്ങളൊക്കെ അറിയാമല്ലോ, പാത്രങ്ങൾ അതുപോലെയുള്ള സാധനങ്ങൾ, പിന്നെ റെഫ്രിജറേറ്ററിൻ്റെ ട്രേ, പിന്നെ ലൈറ്റിംഗ് ഫിക്സ്റ്റേഴ്സ്, വിൻഡോസ് ഉണ്ടാക്കാൻ, പിന്നെ പ്രധാനമായിട്ട് എയർപ്ലെയിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്യൂറാലുമിനിയം എന്ന് പറയുന്ന അലൂമിനിയത്തിൻ്റെ അലോയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ, ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രീസിലൊക്കെ അലൂമിനിയം യൂസ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടിൻഡ് പ്ലേറ്റ് ആണ്. ടിൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് അയണിൻ്റെ മുകളിൽ ടിന്ന് കോട്ട് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ടിൻഡ് പ്ലേറ്റ് ചെയ്ത ഷീറ്റ് അയൺ കോട്ടഡ് വിത്ത് ടിൻ ടു പ്രൊട്ടക്ട് ഇറ്റ് അഗെയിൻസ്റ്റ് റസ്റ്റ്. റസ്റ്റിൽ നിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അയണിൻ്റെ പുറത്ത് ടിന്ന് കോട്ട് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ നിയർലി ഓർ സോൾഡർ വർക്ക് ആസ് ഇറ്റ് ഈസ് ഈസിയസ്റ്റ് മെറ്റൽ ടു ജോയിൻ ബൈ സോൾഡറിങ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടിന്നും ലഡുമാണ് സോഫ്റ്റ് സോൾഡറിൻ്റെ ബേസിക് കമ്പോണൻ്റ് എന്ന് പറയാം. അപ്പം ഇതായിരിക്കും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് സോൾഡർ ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റ്. ഓക്കെ, ടിൻഡ് പ്ലേറ്റ്. ദ മെറ്റൽ ഹാസ് എ വെരി ബ്രൈറ്റ് സിൽവറി അപ്പിയറൻസ് ആൻഡ് ഈസ് യൂസ്ഡ് മേക്കിംഗ് റൂഫ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും, ഫുഡ് കണ്ടെയ്നേഴ്സ്, ഡയറി ഇക്വിപ്മെൻറ്റ് ഉണ്ടാക്കാൻ, ഫർണസിലെ ഫിറ്റിങ്സ്, ക്യാൻസ്, പാൻസ് എന്നിവയ്ക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക, സോൾഡറിങ് ചെയ്യാനായിട്ട് എളുപ്പമായിട്ടുള്ള പ്ലേറ്റ് ഏത്. ഓക്കെ, പിന്നെ അതിൻ്റെ യൂസും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നെ അടുത്തത് ലെഡ് ഷീറ്റ് ആണ്. ലെഡ് ഷീറ്റ് എന്ന് പറയുന്നത് PYQ ആണ്. വെരി സോഫ്റ്റ്. ഓക്കെ, ഹെവി ഇൻ വെയിറ്റ്. ലെഡ് ഷീറ്റ് എന്ന് പറയുന്നത് വെരി സോഫ്റ്റ് ആണ്, ഹെവി ഇൻ വെയിറ്റ് ആണ്. ലെഡ് ഷീറ്റ്സ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ ഹൈലി കൊറോസീവ് ആസിഡ് ടാങ്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈലി കൊറോസീവ് ആസിഡ് ടാങ്ക്സ് ഉണ്ടാക്കാനായിട്ടാണ് ലെഡ് ഷീറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ലെഡ് എന്ന് പറയുന്ന ബ്ലാക്ക് അയൺ ഷീറ്റിൽ കോട്ട് ചെയ്യാൻ നേരത്ത് അതിനെ പറയുന്ന പേര് 10A ഷീറ്റ് എന്നാണ്. ഓക്കെ, പിന്നെ ഇത് മെയിൻലി ആൻറ്റി കൊറോസീവ് ആയിട്ട് ഉള്ളത് തന്നെ കോമൺലി യൂസ് ചെയ്യുന്നത് പ്രിസർവേഷൻ ഓഫ് കെമിക്കൽസിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെറ്റൽ ഷീറ്റ്സിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇതിൽ ബ്ലാക്ക് ആൻഡ് ഷീറ്റ് അതിൽ CRCA ഓർത്ത് വെച്ചേക്കണം. പിന്നെ മെയിൻലി ടാങ്ക്സ്, പാൻസ്, സ്റ്റൗസ്, പൈപ്പ്സ് എന്നിവയ്ക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ GA അയൺ ഷീറ്റിൽ എന്താണ് കോട്ട് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വരുന്നത്. പിന്നെ ബക്കറ്റ്, ഫർണസ്, ഹീറ്റിംഗ് ഡക്റ്റ്, ക്യാബിനറ്റ്, ഗട്ടേഴ്സ്, ഇതിലൊക്കെയാണ് GA ഷീറ്റ് യൂസ് ചെയ്യുന്നത്. സ്റ്റെയിൻലെസ് ഷീറ്റിൻ്റെ കോസ്റ്റ് കൂടുതലാണ്, ടഫറാണ് GA ഷീറ്റിനെ അപേക്ഷിച്ച്. പിന്നെ അത് നിക്കലും ക്രോമിയം ആണ് അതിലെ കണ്ടന്റ്. ഓക്കെ, പിന്നെ അത് ഫുഡ് പ്രോസസ്സിങ്, കെമിക്കൽ പ്ലാന്റ്സ്, കിച്ചൺ വെയറിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കോപ്പർ ഷീറ്റ് എന്ന് പറയുന്നത് കോൾഡ് റോൾഡ്, ഹോട്ട് റോൾഡും ഉണ്ട്, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്, കോമൺലി യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ ഷോപ്സിൽ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ എക്സ്പാൻഷൻ ജോയിൻറ്റ്സ്, റൂഫ് ഫ്ലാഷിങ്സ്, ബോയിലർ പ്ലേറ്റ്സ്, അതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നതിൻ്റെ. പിന്നെ അലൂമിനിയം ഷീറ്റിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. ടിൻഡ് പ്ലേറ്റ് സോൾഡർ ചെയ്യാൻ എളുപ്പം, ഈസിയസ്റ്റ് മെറ്റൽ എന്ന് പറയുന്നത് ടിൻഡ് പ്ലേറ്റ് ആയതുകൊണ്ട് ടിന്നാണല്ലോ എൻ്റെ കമ്പോണൻറ്റ്. പിന്നെ ലെഡ് ഷീറ്റ് സോഫ്റ്റ് ആൻഡ് ഹെവി ഇൻ വെയിറ്റ് ആണ്. പിന്നെ അത് ഹൈലി കൊറോസീവ് ആസിഡ് ടാങ്ക്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. ലെഡ് കോട്ടഡ് ബ്ലാക്ക് അയൺ ഷീറ്റിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10A ഷീറ്റ്സ് എന്ന് പറയും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷീറ്റ് സൈസ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ISSH എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷീറ്റ് സൈസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ IS കോഡ് എന്ന് പറയുന്നത് IS 1730-1989 ആണ്. ഓക്കെ, 1989 പഠിച്ചില്ലെങ്കിലും ഈ IS കോഡ് പഠിച്ചു വെച്ചേക്കുക, 1730. പിന്നെ ആ ഡിനോട്ട് ചെയ്യുന്ന ആദ്യം ISSH എന്ന് എഴുതും, അതിനുശേഷം ലെങ്ത് ആയിരിക്കും കാണിക്കുന്നത്, പിന്നെ അതിൻ്റെ വിഡ്ത്ത്, പിന്നെ ഈ 1 എന്ന് പറയുന്നത് തിക്നെസ് ആണ്. ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ്, ഇത് എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറയുന്നതാണ്, നമ്മുടെ സിലബസിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അടുത്തെന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്ട്രിപ്പ് സൈസ് ആണ്. ഒരു സ്ട്രിപ്പ് സൈസ് എന്ന് പറയുന്നത് ISST ആയിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്ട്രിപ്പിൻ്റെ ആണ് ഈ ST ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതും 1730 ആണ്. ഇവിടെ എന്ന് പറയുന്ന ലെങ്ത് ഇല്ല, പകരം വിഡ്ത്തും തിക്നെസ്സും ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ISST എന്ന് എഴുതിയതിന് ശേഷം 1050 എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്തും, mm-ലാണ് 3.15 എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ്സും ആയിരിക്കും. പിന്നെ നേരത്തെ നമ്മൾ നോക്കിയത് ഓൾഡ് ടെക്സ്റ്റിലെ മാലറ്റിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇതിൽ പുതിയ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം മാലറ്റിനെ കുറിച്ച്. ഓക്കെ, മാലറ്റ് ഈസ് എ ഷേപ്പിംഗ് ടൂൾ യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് വർക്ക് ലൈക്ക് ഫ്ലാറ്റനിങ്, ബെൻഡിങ് ആൻഡ് ഫോമിംഗ് ടു റിക്വയർഡ് ഷേപ്പ് ഓഫ് ദ ഷീറ്റ് മെറ്റൽ.
അപ്പോൾ ഫ്ലാറ്റനിങ്, ബെൻഡിങ്, ഫോമിങ് ഷീറ്റ് മെറ്റലിനെ റിക്വേർഡ് ഷേപ്പിൽ മാറ്റുന്നതിനായിട്ടാണ് മാലറ്റ് യൂസ് ചെയ്യുന്നത്. ഇതുണ്ടാക്കിയിരിക്കുന്ന ഹാർഡ് വുഡ് കൊണ്ടായിരിക്കും. ഓക്കെ, മെറ്റൽ ഹാമർ നമ്മൾ യൂസ് ചെയ്യാത്തതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ ഹാമറിൻ്റെ ഫേസിൽ അത് ഫേസ് വെച്ചായിരിക്കുമല്ലോ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷീറ്റിൽ ഡാമേജ് വരാനോ അതിൻ്റെ ഇംപ്രഷൻ ഉണ്ടാവാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ മാലറ്റ്സ് യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് 4 എണ്ണമാണുള്ളത്: ഓർഡിനറി മാലറ്റ്, ബോസിംഗ് മാലറ്റ്, എൻഫെക്ട് മാലറ്റ്, റോ ഹൈഡ് മാലറ്റ്. ഇതിൽ 3 എണ്ണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഓർഡിനറി മാലറ്റ് എന്ന് പറയുന്നത് ലിറ്റിൽ കോൺവെക്സിറ്റി കൊടുക്കും. ഇവിടെ സ്ട്രൈക്ക് ചെയ്യാൻ നേരത്ത് അതിൻ്റെ എഡ്ജ് ഒന്നും പറ്റാതിരിക്കാനായിട്ട് ലിറ്റിൽ കോൺവെക്സിറ്റി കൊടുത്തിരിക്കും. ഇഫ് ദ ഫേസ് ഇസ് നോട്ട് കോൺവെക്സ് ഷേപ്പ് ഇൻ ദ എഡ്ജസ് ഓഫ് ദ മാലറ്റ് ഫേസ് വിൽ ഗെറ്റ് ഫ്രോസൺ വൈൽ ബീറ്റിംഗ് ദ ജോബ്. ഓക്കെ, പിന്നെ മാലറ്റ് സ്പെസിഫൈ ചെയ്യുന്നത് ആ ഷേപ്പ് ഓഫ് ദ ഫേസ് വെച്ചായിരിക്കും. പിന്നെ ഡയമീറ്റർ ആൻഡ് ഷേപ്പ് ഓഫ് ദ ഫേസ്. ഓക്കെ, ഇതിൻ്റെ അവൈലബിൾ സൈസസ് എന്ന് പറയുന്നത് 50, 75, 100 ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 സൈസും ഓർത്ത് വെച്ചേക്കുക. ഡയമീറ്റർ ആണ് 50, 75, 100. പിന്നെ അവോയ്ഡ് യൂസിങ് മാലറ്റ് ആസ് ഹാമർ ഫോർ ഡൂയിങ് ചിപ്പിംഗ് ആൻഡ് ഡ്രൈവ് നെയിൽസ് ആൻഡ് വർക്ക് ഓൺ ദ ഷാർപ്പ് കോർണേഴ്സ്. അപ്പോൾ ഈ മാലറ്റ് വെച്ച് നമ്മൾ ചിപ്പ് ചെയ്യാൻ വേണ്ടിയോ പിന്നെ നെയിൽസ് സ്ട്രൈക്ക് ചെയ്യാനോ ഒന്നും യൂസ് ചെയ്യരുത്. ഷാർപ്പ് കോർണറിലൊന്നും മാലറ്റ് വെച്ച് സ്ട്രൈക്ക് ചെയ്യരുത്, കാരണം വുഡൻ പീസാണ്, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇഫ് സോ ദ ഫേസ് വിൽ ഗെറ്റ് ഡാമേജ് ആൻഡ് മാലറ്റ് ഈസ് ലയബിൾ ടു ബ്രേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് NSQF ലെവൽ 5 മാലറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രൈറ്റ് സ്നിപ്പിനെ കുറിച്ച് പുതിയ ടെക്സ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു ഹാൻഡ് ഷെയർ ആണ് ഇത്, ഒരു സിസേഴ്സിനെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ 1.2 mm ആയിരുന്നു പറഞ്ഞിരുന്നത്, ഇവിടെ അത് സ്റ്റാൻഡേർഡ് വയർ ഗേജിൽ പറഞ്ഞിട്ടുണ്ട് 20 SWG. ഓക്കെ, പിന്നെ സ്ട്രൈറ്റ് സ്നിപ്സ് യൂസ് ചെയ്യുന്നത് സ്ട്രൈറ്റ് ലൈൻസിൽ കട്ട് ചെയ്യാനും ഔട്ടർ സൈഡ് ഓഫ് കർവ് കട്ട് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യും. പിന്നെ അതിൻ്റെ ഒരു പാർട്സ് പറഞ്ഞിട്ടുണ്ട്. പാർട്സിൽ നോക്കാൻ നേരത്ത് ഇത് ബ്ലേഡാണ്, ഇത് അതിൻ്റെ ഫേസ് ആണ്. ഓക്കെ, ഇത് കട്ടിങ് എഡ്ജ് ആണ്. ഓക്കെ, ഇത് സ്റ്റോപ്പറാണ്, ഹാൻഡിൽസ് ഉണ്ട്, പിന്നെ ഒരു പിവറ്റ് കൊടുത്തിട്ടുണ്ട്, ഓവറോൾ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈൽ കട്ടിങ് എ ഷീറ്റ് മെറ്റൽ ബ്ലേഡ്സ് ആർ പ്രസ്ഡ് അഗെയിൻസ്റ്റ് ദ ഷീറ്റ് വിച്ച് കോസസ് ഷിയറിംഗ് ടെൻഷൻ ഫ്രം ബോത്ത് സൈഡ്സ് ആ ഷോൺ ഇൻ ഫിഗർ 2. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഷിയറിംഗ് മൂലമാണ് അവിടെ കട്ടിങ് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ ബ്ലേഡിൻ്റെ ഇടക്ക് ഷീറ്റ് വെക്കും, അപ്പോൾ നമ്മൾ ഹാൻഡ് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഷിയറിംഗ് നടക്കും. ഓക്കെ, അപ്പോൾ ഷിയറിംഗ് ആക്ഷൻ മൂലം അവിടെ കട്ടിങ് നടക്കും. പിന്നെ കട്ടിങ് എഡ്ജ് ഓഫ് ദ ബ്ലേഡ് ആൻഡ് ക്ലിയറൻസ് ബിറ്റ്വീൻ ദ ബ്ലേഡ് ഷുഡ് ബി ഫ്രീ ബട്ട് വിത്തൗട്ട് ഗ്യാപ്പ്. അപ്പോൾ ഒരു ചെറിയൊരു ക്ലിയറൻസ് ഉണ്ടായിരിക്കണം ഈ കട്ടിങ് ബ്ലേഡിന് ഇടക്ക്, പക്ഷേ വലിയ ഗ്യാപ്പ് ഉണ്ടാവരുത്. ഓക്കെ, ഫോർ സ്ട്രൈറ്റ് സ്നിപ്സ് കട്ടിങ് ആംഗിൾ എന്ന് പറയുന്നത് 87 ആണ്, നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, പിന്നെ ക്ലിയറൻസ് ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് മര്യാദ നടക്കത്തില്ല. അൺക്ലീൻ കട്ട്, ചാംഫേർഡ് ഒരു ജാമിങ് ഓഫ് വർക്ക് പീസ് ഇതേപോലെ ആ ബ്ലേഡിൻ്റെ ഇടയ്ക്ക് ജാം ആകും. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ക്ലിയറൻസ് ടു ലാർജ് ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ചാംഫേർഡ് ഒരു ജാമിങ് ഓഫ് വർക്ക് പീസ്. അല്ലെങ്കിൽ ചോദിക്കാം, ജാമിങ് ഓഫ് വർക്ക് പീസ് ഇൻ സ്ട്രൈറ്റ് സ്നിപ്സ് കാരണം എന്താണ്? അവിടെ ക്ലിയറൻസ് ലാർജ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ചെറിയ പോയിന്റാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ സ്ട്രൈറ്റ് സ്നിപ്പും ബെൻഡ് സ്നിപ്പും, ഈ സ്നിപ്സ് സ്പെസിഫൈ ചെയ്യുന്ന അതിൻ്റെ ഓവറോൾ ലെങ്ത് ആണ്, ഷേപ്പ് ഓഫ് ദ ബ്ലേഡ് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അവൈലബിൾ സൈസസ് നമ്മൾ അറിഞ്ഞിരിക്കണം. നേരത്തെ അവൈലബിൾ സൈസസ് പഴയ ഇതിൽ പറഞ്ഞിട്ടില്ല. ഇതിൽ 150, 200, 300, 400. ഓക്കെ, ബെൻഡ് സ്നിപ്പിനും ഇതേ സൈസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സേഫ്റ്റി, അവോയ്ഡ് കട്ടിങ് വയേഴ്സ് ആൻഡ് നെയിൽസ്. അപ്പോൾ ഈ സ്നിപ്സ് യൂസ് ചെയ്ത് നമ്മൾ വയറോ ആണിയോ ഒന്നും കട്ട് ചെയ്യാൻ നിൽക്കരുത്, അതിൻ്റെ കട്ടിങ് എഡ്ജ് ഡാമേജ് ആകും. പിന്നെ അവോയ്ഡ് കട്ടിങ് ഹാർഡ് ഷീറ്റ് മെറ്റൽ, ഹാർഡായിട്ടുള്ള ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്യരുത്. ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ കട്ടിങ് എഡ്ജ് ഓഫ് ദ ബ്ലേഡ്സ് ബിക്കം ബ്ലൻഡ്. അപ്പം വിയർ ആൻഡ് ടിയർ ഉണ്ടാകുന്ന നേരത്ത് ഇതിൻ്റെ കട്ടിങ് എഡ്ജ് ബ്ലൻഡ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് റീഷാർപ്പൻ ചെയ്യാം നമുക്ക്. കട്ടിങ് ആംഗിൾ എലോൺ ഷുഡ് ബി ഗ്രൗണ്ട് ടു ആൻ ആംഗിൾ ഓഫ് 87 ഡിഗ്രി. പക്ഷേ ആ കട്ടിങ് ആംഗിൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ നേരത്തും 87 തന്നെ മേക്ക് ചെയ്തിരിക്കണം ഇത് തമ്മിൽ. പിന്നെ നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ ഒരു ഫേസ് ഉണ്ടെന്ന്, കട്ടിംഗ് ബ്ലേഡിൻ്റെ ഫേസ്. ആ ഫേസിൽ ഒരിക്കലും ഗ്രൈൻഡ് ചെയ്യരുത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ സ്ട്രൈറ്റ് സ്നിപ്പിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അടുത്തെന്ന് പറയുന്നത് ബെൻഡ് സ്നിപ്പാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ കർവ്ഡ് ലൈൻസ്, ട്രിമ്മിങ് ഓഫ് കർവ്ഡ് എഡ്ജസ് അതിനൊക്കെയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫിഗറിൽ നിന്ന് ഹാൻഡിൽ, പിന്നെ റിവെറ്റ്, അതിൻ്റെ ബ്ലേഡിൻ്റെ ഓരോ വശങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക്കേഷൻ പറയുന്നത് 150, 200, 300 and 400 mm ലെങ്ത് ആണ്. പിന്നെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല ടൈപ്സ് ഓഫ് ഷിയേഴ്സ് എന്നും പറഞ്ഞ് കുറച്ച് ഷിയേഴ്സിൻ്റെയും കൂടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ടിൻമാൻ ഷിയർ, യൂണിവേഴ്സൽ കോമ്പിനേഷൻ ഷിയർ, ഗിൽബോ ഷിയർ, പൈപ്പ് ഷിയർ, സ്കോച്ച് ഷിയർ, ബ്ലോക്ക് ഷിയേഴ്സ്, റോഡസ് ഷിയേഴ്സ്. അപ്പോൾ ഇത് ഞാൻ PDF ആഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻസ് വല്ലതും വരുവാണെങ്കിൽ അതിൽ നിന്ന് നോക്കാം. അതിൻ്റെ ഫിഗർ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ
പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് പറയാൻ നേരത്ത് ഈ ബ്ലോക്ക് ഷിയറിൻ്റെ കേസ് പറഞ്ഞേക്കാം. വൺ ഓഫ് ദ ഹാൻഡിൽ ഓഫ് ദ ഷിയർ ഈസ് ബെൻഡ് ഡൗൺവേർഡ്സ്. ഇതിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആയിരിക്കും. ഓക്കെ, അതെന്ന് പറയുന്നത് അയൺ പ്ലേറ്റ്സിൻ്റെ ഹോളിൽ ഫിക്സ് ചെയ്തിരിക്കും. അതിൻ്റെ അപ്പർ ഹാൻഡിൽ നമ്മുടെ കയ്യിലായിരിക്കും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്. മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഈ ബ്ലോക്ക് ഷിയേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് റോഡസ് ഷിയർ ആണ്. റോഡസ് ഷിയറിൻ്റെ ഒരു ലെങ്ത് കുറവായിരിക്കും, ഹാൻഡിലിന് ഷോർട്ടർ ലെങ്ത് ആയിരിക്കും കമ്പയർഡ് വിത്ത് അതർ ഹാൻഡിൽ. അത് തന്നെ നമ്മുടെ റൈറ്റ് ലെഗിലായിരിക്കും ഈ ഷോർട്ടർ ഹാൻഡിൽ വരുന്നത്, റൈറ്റ് ഹാൻഡിലായിരിക്കും ഈ വലിയ മുകളിലുള്ള ഹാൻഡിൽ വരുന്നത്. എന്നിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്. ലെങ്തി ഷീറ്റൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റോഡസ് ഷിയേഴ്സ് യൂസ് ചെയ്യുന്നത് നോക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഗേജൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ വരാൻ നേരത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കിനി കുറച്ച് ടോപ്പിക്കും കൂടെ കവർ ചെയ്യാനുണ്ട്. ഹാൻഡ് ടൂൾസ് ഫുള്ളി കംപ്ലീറ്റഡ് അല്ല. അതിൻ്റെ അകത്ത് ഹാമേഴ്സിൻ്റെ കുറച്ച് ടൈപ്സ് കൂടെ ഉണ്ട്. പഴയ ടെക്സ്റ്റിൽ ബോൾ പീൻ ഹാമറും സ്ട്രൈറ്റും ക്രോസ് പീനൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പുതിയ വെർഷനിൽ കുറച്ച് കൂടുതലുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്ലാസ്സുകളിൽ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.